നമസ്കാരം. കാലടിപ്പാലത്തിലെ കുഴി മൂലമുണ്ടായ ഗതാഗതക്കുരുക്കിൽപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗതാഗതക്കുരുക്കിൽപ്പെട്ടതോടുകൂടി സുരേഷ് ഗോപി പാലത്തിലിറങ്ങി പരിശോധന നടത്തി. പൊതുമരാമത്ത് വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് സുരേഷ് ഗോപി പരാതി അറിയിക്കുകയും ചെയ്തു. നാട്ടുകാരുടെ പരാതി കേട്ട സുരേഷ് ഗോപി ഉടൻ തന്നെ പൊതുമരാമത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം നൽകി. കുഴികൾ നികത്താമെന്ന് പൊതുമരാമത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയതായി സുരേഷ് ഗോപി പറഞ്ഞു. പൈലറ്റ് വാഹനത്തിൽ നിന്നുള്ളവർ ഇറങ്ങി മന്ത്രിയെ കടത്തിവിടാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പിന്നാലെ പ്രദേശവാസികളെത്തി സുരേഷ് ഗോപിയോട് തങ്ങളുടെ ദുരിത ജീവിതം വിവരിക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് കേന്ദ്രമന്ത്രി ഈ വഴി എത്തിയത്. കോട്ടയത്തിൽ നിന്നും തൃശൂരിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അദ്ദേഹം. കനത്ത മഴയുണ്ടായിരുന്ന സമയമായതിനാൽ തന്നെ വലിയ ഗതാഗതക്കുരുക്കാണ് പാലത്തിൽ അനുഭവപ്പെട്ടത്. കേന്ദ്രമന്ത്രിയെ കണ്ടതോടുകൂടി നാട്ടുകാർ കൂട്ടത്തോടെ എത്തി കാര്യങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു. അടിയന്തരമായി ഒരു കല്ലെങ്കിലും കുഴിയിൽ കൊണ്ടിടാൻ ആവശ്യപ്പെടാൻ വേണ്ടി നാട്ടുകാർ പറഞ്ഞപ്പോൾ, എന്നിട്ട് വേണം ജയസൂര്യക്കെതിരെ കേസെടുത്തതുപോലെ തനിക്കെതിരെയും കേസെടുക്കാനെന്ന് സുരേഷ് ഗോപി പരിഹസിച്ചു. MC റോഡിലെ ഏറ്റവും തിരക്കേറിയ പാലമാണ് കാലടിപ്പാലം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുൾപ്പെടെ പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലമാണിത്. കാലടി പാലത്തിലെ കുഴികളെക്കുറിച്ചും ഗതാഗതക്കുരുക്കിനെക്കുറിച്ചും കുറച്ചു നാളുകളായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഗുരുതരമായ അവസ്ഥയാണ് കാലടിപ്പാലത്തിലേതെന്ന് പെരുമ്പാവൂർ കാലടി റൂട്ടിലോടുന്ന ബസ് തൊഴിലാളികളും വ്യക്തമാക്കുന്നു. 20 മിനിറ്റ് മാത്രം വേണ്ട യാത്ര 1 മണിക്കൂറോളം എടുത്ത് പൂർത്തിയാക്കേണ്ടി വരുന്നത് ഈ റൂട്ടിലോടുന്ന ബസ്സുകളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പാലത്തിന് വീതിയും കുറവാണ്. സമാന്തരമായ പാലത്തിന്റെ പണി നടന്നു വരുന്നതേയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക്